റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശനിയാഴ്ച സന്നിധാനത്തെത്തും. ആദ്യ ദിവസം സ്ട്രോങ് റൂം തുറന്ന് പരിശോധന നടത്തും. സന്നിധാനത്തെ സ്വർണ്ണമടക്കം മൂല്യമുള്ള എല്ലാ വസ്തുക്കളുടെയും പരിശോധന നടത്താനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി ശങ്കരനെ ചുമതലപ്പെടുത്തിയത്. 12-ന് ഞായറാഴ്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണം പൂശിയ പുതിയ പാളിയും പരിശോധിക്കും. സ്വർണ്ണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതിനിധികളും ഞായറാഴ്ച സന്നിധാനത്തുണ്ടാകും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, എത്രത്തോളം നിർണായകമാണ് ഈ പരിശോധന? റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്ത് എത്തുക. ആദ്യ ദിവസം തന്നെ സ്ട്രോങ് റൂം പരിശോധന നടത്തും. അതായത് ഇക്കഴിഞ്ഞ 29-ാം തീയതിയാണ് ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി ശങ്കരനെ ഈ ശബരിമലയിലെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളുടെയും കണക്കെടുക്കാനും സ്ട്രോങ് റൂം പരിശോധന നടത്തി അതിന്റെ റിപ്പോർട്ട് അടക്കം ഹൈക്കോടതിയിൽ സമർപ്പിക്കാനും നിയോഗിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ ടി ശങ്കരൻ സന്നിധാനത്തേക്ക് എത്തുന്നത്. ആദ്യത്തെ ദിവസം സ്ട്രോങ് റൂം പരിശോധന നടത്തിയതിനു ശേഷം ഈ സന്നിധാനത്തെ മറ്റ് കാര്യങ്ങൾ, ഈ രേഖകളടക്കം പരിശോധിക്കും. അതായത് സ്ട്രോങ് റൂമിൽ ഒരു രജിസ്റ്റർ ഉണ്ട്. സ്ട്രോങ് റൂമിലേക്ക് ഏതൊരു വിലപിടിപ്പുള്ള വസ്തു ആണെങ്കിലും കൊണ്ടുപോകുന്ന സമയത്ത് ആ രജിസ്റ്ററിൽ സൂക്ഷിക്കും. ഫിസിക്കൽ രജിസ്റ്ററും അതോടൊപ്പം തന്നെ ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഒക്കെ തന്നെ, ഡിവൈസും ഒക്കെ തന്നെ കെ ടി ശങ്കരൻ പരിശോധിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. 12-ന് ഞായറാഴ്ച കെ ടി ശങ്കരൻ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയ പുതിയ പാളി പരിശോധിക്കും. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും കടത്തിക്കൊടുത്ത് ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചു കൊടുത്ത അതേ പാളി ഈ വീണ്ടും അവിടെ പുനഃസ്ഥാപിക്കാനായിട്ട് എത്തിച്ചിരുന്നു. ആ പാളിയാണ് കെ ടി ശങ്കരൻ വീണ്ടും പരിശോധിക്കുക. അതിൽ നിന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തി ആ റിപ്പോർട്ടിന്റെ കൂടി ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്ന റിപ്പോർട്ടിൽ ആ വിശദാംശങ്ങൾ അടക്കം ഉൾപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും ഈ സ്വർണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതിനിധികൾ അടക്കം സന്നിധാനത്ത് ഉണ്ടാകുമെന്നാണ് വിവരം. സ്ട്രോങ് റൂമിലെ സ്വർണ്ണമടക്കമുള്ള മൂല്യമേറിയ എല്ലാ വസ്തുക്കളുടെയും പരിശോധന അതിവിദഗ്ധനായിട്ടുള്ള ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ സഹായത്തോടു കൂടിയായിരിക്കും. ഇക്കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് കെ ടി ശങ്കരൻ രേഖപ്പെടുത്തുകയും ചെയ്യും. ആ രേഖപ്പെടുത്തിയ റിപ്പോർട്ട് അടക്കമാണ് ഹൈക്കോടതിയിൽ എത്തുക. എന്തായാലും ഏറെ നിർണായകമാണ് ഈ വരുന്ന ശനിയും ഞായറും എന്ന് പറയുന്നത്. രഹസ്യ സ്വഭാവത്തോടു കൂടിയായിരിക്കണം ഇതിന്റെ പരിശോധനകൾ അടക്കം പൂർത്തീകരിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ എന്നിരുന്നാലും കൃത്യമായിട്ട് രേഖകൾ പരിശോധിക്കാനായിട്ട് കെ ടി ശങ്കരൻ എത്തുന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും മറ്റ് പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. തിരുവാഭരണം കമ്മീഷണർ അടക്കം അവിടെ ഉണ്ടാകണം. തിരുവാഭരണം കമ്മീഷണറും ദേവസ്വം സെക്രട്ടറി അടക്കമുള്ളവർ അവിടെ ഉണ്ടായി ഈ രേഖകൾ അടക്കമുള്ള കാര്യങ്ങളിൽ വിശദാംശങ്ങൾ കെ ടി ശങ്കരന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. എന്തായാലും ഈ സ്ട്രോങ് റൂമിലെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും, അതായത് സ്വർണ്ണമാണെങ്കിലും വജ്രമാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അതൊക്കെ തന്നെ പരിശോധിച്ച് ആ കണക്കെടുപ്പിൽ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. അതുകൂടാതെ തന്നെ ഈ തിരുവാഭരണം കമ്മീഷണറുടെ കൈവശമുള്ള രജിസ്റ്റർ, അതോടൊപ്പം സ്ട്രോങ് റൂമിലെ രജിസ്റ്റർ ഡിജിറ്റൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും ഇതടക്കമായിരിക്കും കെ ടി ശങ്കരൻ പരിശോധിക്കുക. എന്തായാലും ശനി ഞായർ ദിവസങ്ങളിൽ ഈ പരിശോധനയോടൊപ്പം തന്നെ ഈ ദ്വാരപാലക പാളികൾ, പുതിയ പാളി, സ്വർണം പൂശിയ പുതിയ പാളി, അതിന്റെ പരിശോധന കൂടി നടക്കും. സ്മാർട്ട് ക്രിയേഷൻസ്, പ്രത്യേകിച്ച് നമുക്ക് നേരത്തെ അറിയാം ശ്യാം, ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഈ പറയുന്ന ദ്വാരപാലക സ്വർണ്ണപ്പാളി കൊടുത്തുവിടണമെന്നുള്ള ഒരു കത്ത് ദേവസ്വത്തിന് തന്നെ അയച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിൽ സ്മാർട്ട് ക്രിയേഷൻസും പ്രതിക്കൂട്ടിലാകുന്ന അതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് അവരുടെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഈ സ്വർണ്ണപ്പാളി പരിശോധിക്കുന്നത്. ശ്യാം, രേഷ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്.